ഹായ് ഫ്രണ്ട്സ്, ഇത് ജന്മകൽപ്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രീതിയും ശ്രുതിയും കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് പ്രീതി ചോദിക്കുകയാണ്, ശ്രുതി നിന്റെ കൊലുസ് എവിടെ പോയി? കൊലുസല്ലേ ചേച്ചി എൻ്റെ കാലിലുള്ളതെന്ന് പറയണേ. നിന്റെ ഇടത് കാലിലുള്ള കൊലുസാണ് ഞാൻ ചോദിച്ചത്. അയ്യോ ഈശ്വര, അതെവിടെ പോയി? അതിവിടെ എവിടെയെങ്കിലും കൊഴിഞ്ഞു പോയതായിരിക്കും, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രീതി തരുമ്പോൾ കിട്ടുന്നില്ല കേട്ടോ. അതിവിടെ എവിടെയും കാണുന്നില്ലല്ലോ ശ്രുതി. ഇവിടെ എവിടെയും കാണുന്നില്ല എന്നതിനർത്ഥം അത് കളഞ്ഞു പോയിട്ടുണ്ടാവും എന്നാ ചേച്ചി. പോട്ടെ, അതിൻ്റെ പാട്ടിന് പോട്ടെ. അമ്മായിയുടെ വളയ്ക്കപ്പോൾ അതും കൂടി അങ്ങ് പോട്ടെ. അല്ലെങ്കിലും ഞാൻ കടലമുട്ടായിയുടെ വീട്ടിലേക്ക് പോയപ്പോൾ തന്നെ എനിക്ക് തോന്നിയതാ ഇതൊക്കെ ഇങ്ങനെ വരൂ എന്ന് ശ്രുതി പറയുമ്പോൾ, എന്നാലും ഇതെന്തൊരു കഷ്ടമാണ്. ഇന്ന് മുഴുവൻ നമുക്ക് നഷ്ടത്തിൻ്റെ ദിവസമാണല്ലോ ശ്രുതി. അതിനി ആർക്കെങ്കിലും കിട്ടി കാണുമോ എന്ന് ചോദിക്കുമ്പോൾ, അതിനി കിട്ടിയാലും ആരും തിരിച്ചു തരാനൊന്നും പോകുന്നില്ല. അതിൻ്റെ പാട്ടിന് പോട്ടെ ചേച്ചി, നമുക്ക് കിടക്കാന്ന് പറഞ്ഞിട്ട് അവർ കിടക്കുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ അശ്വിൻ ശ്രുതിയുടെ കൊലുസുമായിട്ട് ഇങ്ങനെ കൈ പിടിച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ അശ്വിൻ ആ കൊലുസുമായിട്ട് നടന്നിട്ട് ശ്രുതിയെ പിടിച്ചിട്ട് ബെഡിലോട്ട് തള്ളിയിടുന്നതും കൈ പിടിച്ച് അമർത്തുന്നതും ഒക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അശ്വിൻ. തുടർന്ന് ശ്യാമും അഞ്ജലിയും സംസാരിക്കുകയാണ്. അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, ഈ വീട്ടിൽ എന്നും പ്രശ്നങ്ങളാണ്, ഇങ്ങനെ പോയാൽ എന്താ ചെയ്യുക? ഒരു പ്രശ്നം ഒഴിയുമ്പോഴേക്കും അടുത്ത പ്രശ്നങ്ങൾ തിരമാല പോലെ വരികയാണ്. അപ്പോൾ ശ്യാം ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് പറയുന്നുണ്ട്, നമുക്ക് ചുറ്റും തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമുണ്ട്, അത് കണ്ടെത്തുന്നതിലാണ് ബുദ്ധി. ശ്രുതിയുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിരിക്കണം പെട്ടെന്ന് തന്നെ എന്ന് പറയുമ്പോൾ അഞ്ജലി ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടൻ പറഞ്ഞത്? ഏയ് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, പെട്ടെന്ന് തന്നെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണം എന്ന് പറഞ്ഞതാണെന്ന് പറയുമ്പോൾ അഞ്ജലിക്ക് ഇങ്ങനെ ഓർമ്മ വരികയാണ് കേട്ടോ. മുത്തശ്ശി പറഞ്ഞത് ശ്രുതി മിടുക്കിയാണ്, അവളുടെ യുക്തിയും ബുദ്ധിയും പോലും ഇവിടുത്തെ ആർക്കും ഇല്ലല്ലോ എന്ന് പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് അഞ്ജലി പറയാണ്, ഞാൻ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഒരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയണേ. എന്താ അതെന്ന് ചോദിക്കുമ്പോൾ, കാണാൻ പോകുന്ന പൂരം അങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ ശ്യാമിനോട്. തുടർന്ന് ശ്യാമാണെങ്കിൽ ശ്രുതിയുടെ വീട്ടിലെത്താണ്. അപ്പം അമ്മായി പറയുന്നുണ്ട്, ശ്യാമോനെ നീ വന്നത് ഏതായാലും നന്നായി. പ്രീതി, നീ ആ ബുക്ക് ശ്യാമോനെ ഒന്ന് കാണിച്ചേ. ഇത് ഞങ്ങൾക്ക് ചിലവായ തുകയാണ് മോനെ, അത് നീ ഇടപെട്ട് എങ്ങനെയെങ്കിലും ആ ബേക്കറിക്കാരൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ചു തരുമോ? അല്ലെങ്കിൽ ഞങ്ങൾ കടമെടുത്തിട്ട് കുത്തുവാള എടുക്കേണ്ടി വരും. ഈ കിറുക്ക് പിടിച്ച പെണ്ണിൻ്റെ ഓരോ ബുദ്ധിയിൽ തോന്നുന്ന കാര്യം ചെയ്ത് ഇങ്ങനെയായി എന്നൊക്കെ പറയാൻ കേട്ടോ അമ്മായി. അതൊന്നും സാരമില്ല അമ്മായി, ഒരു ബിസിനസ് ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതെല്ലാം മറന്നിട്ട് നമുക്ക് അടുത്ത വഴി എന്താണെന്ന് ചിന്തിക്കാമെന്ന് പറയാൻ കേട്ടോ ശ്യാം. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടുത്തെ സ്വീറ്റ് സ്റ്റാളൊക്കെ നിർത്തിയിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതാണ് നല്ലത്. എന്താ ശ്യാമോനെ നീ പറയുന്നത്? ഇവിടെ ഉണ്ടാക്കി വെച്ച ബാധ്യതയൊക്കെ ഇവിടെ ഇട്ടിട്ട് പോവാന്നോ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇവിടെ ഉണ്ടാക്കി വെച്ച ബാധ്യത നമ്മൾ തന്നെ തീർക്കും അമ്മായി. എന്നിട്ട് ഇവിടെ വിട്ടു പോകാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഉണ്ടാക്കിയ പരാജയം ഇവിടെ തന്നെ നികത്തുന്നതാണ് മാന്യത എന്നൊക്കെ പറയാൻ കേട്ടോ നമ്മുടെ ശ്രുതി. അതുവരെ ഇവിടെ തുടരാനാണ് ഞങ്ങളുടെ തീരുമാനം. ഉണ്ടാക്കി വെച്ച നഷ്ടം എങ്ങനെ തീർക്കുമെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. ഇതിനൊക്കെ പരിഹാരമായിട്ട് എൻ്റെ കൃഷ്ണൻ എന്തെങ്കിലും കാണിച്ചു തരുമായിരിക്കും എന്ന് പറയാൻ കേട്ടോ ശ്രുതി. അതേസമയം അഞ്ജലിയും മനോരമയും ശ്രുതിയുടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പം മനോരമ ചോദിക്കുന്നുണ്ട്, ഇനിയെങ്കിലും അഞ്ജലി ബേബി ഈ സസ്പെൻസ് ഒന്ന് അവസാനിപ്പിക്കുക, നമ്മൾ എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, ഒന്ന് ഗസ് ചെയ്തൊക്കെ ആൻറ്റി, ഞാൻ കുറേ ഗസ്സൊക്കെ ചെയ്തു, കൊണ്ടുപോകുന്നത് നീ ആയതുകൊണ്ട് മാളിലേക്കും സിനിമയ്ക്കും ഒന്നും അല്ലായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ, നമ്മൾ പോകുന്നത് അതിനേക്കാൾ നല്ല സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് എന്ന് പറയുമ്പോൾ, ഓ ഇപ്പോൾ മനസ്സിലായി, വല്ല അമ്പലത്തിലേക്കും ആയിരിക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അഞ്ജലി ബേബി, രാവിലെ തന്നെ ഗോഡ്സിനെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? ഒന്നാമതേ നമ്മുടെ വീട്ടുകാർ ആ ലാവണ്യയുടെ കാര്യം പറഞ്ഞിട്ട് ഗോഡ്സിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതുകൂടാതെ ഇനി നമ്മളും, യു നോ വൺ തിങ് അഞ്ജലി ബേബി, ഗോഡ്സ് ആർ നോട്ട് മെഷീൻ, അവർക്കും റെസ്റ്റ് റിലാക്സേഷനൊക്കെ വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ ലാവണ്യയുടെ പ്രശ്ന പരിഹാരത്തിനായിട്ട് ഒരു ടെമ്പിളിലേക്കാണ് പോകുന്നതെന്ന് പറയുമ്പോൾ, വിച്ച് ടെമ്പിൾ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ മനോരമ. തുടർന്ന് കാണിക്കുന്നത് വീണ്ടും അമ്മായിയെയും ശ്രുതിയെയും ഒക്കെ തന്നെയാണ്. അപ്പോൾ ശ്യാം ഇങ്ങനെ നിർബന്ധിക്കുക കേട്ടോ, നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യണം ജീവിക്കാൻ വേണ്ടിയിട്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ചെയ്യണം എന്നില്ലല്ലോ, നാട്ടിൽ പോയാലും ചെയ്യല്ലോ എന്ന് പറയുമ്പോൾ അമ്മായി പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് ശ്യാം മോനെ പറയുന്നത്? ഈ കുട്ടികൾ പാലക്കാട്ടേക്ക് തിരിച്ചു പോകണം എന്നാണോ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്യാം ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, അതെ, അവർ തിരിച്ചു പോകുന്നതാണ് നല്ലത്, അതാണ് എനിക്കും സേഫ്. എങ്കിൽ നാട്ടിൽ പോയിട്ടെങ്കിലോ അവളെ എനിക്ക് കാണാമല്ലോ,
ഇവിടെ ആകുമ്പോൾ അഞ്ജലിയെ ഒളിച്ച് പതുങ്ങി വരേണ്ട കാര്യമില്ലല്ലോ, അതാണ് സേഫായ വഴി എന്ന് പറയുമ്പോൾ അമ്മായി പറയുന്നുണ്ട്, എന്തൊക്കെയാ ശ്യാമാനെ നീ പറയുന്നത്? ഈ കാറ്റത്ത് ഈ വാതിലടഞ്ഞിട്ട് എനിക്കൊന്നും നേരം വണ്ണം കേൾക്കുന്നില്ല, ഉറക്കെ പറയുമെന്ന് പറയുമ്പോൾ ശ്യാം ആ കതക് അടയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ശ്യാം ജനാല അടയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്ന നേരത്ത് ഒരു കാറ് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ശ്യാം പറയുന്നുണ്ട്, എന്താ അഞ്ജലി ആൻറ്റി ഇവിടെ എന്തോ തക്കതായ കാരണമുണ്ട്, ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അഞ്ജലിയും മനോരമയും ഇറങ്ങി വരുമ്പോൾ മനോരമ ചോദിക്കുന്നുണ്ട്, ഇവിടെയൊന്നും ടെമ്പിൾ കാണുന്നില്ലല്ലോ, ടെമ്പിളിലേക്കല്ല ആൻറ്റി വന്നത്, നമ്മളൊരു വീട്ടിലേക്കാണെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഹസ്റ്റ് ഓണർമാരുടെ വീട്ടിലേക്കായിരിക്കും അല്ലേ ഈ കവടിയൊക്കെ നിരത്തിയിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന. മൺഡേ ട്യൂസ്ഡേയിൽ ശരിയായില്ല, ട്യൂസ്ഡേ വെനസ്ഡേയിൽ ശരിയായില്ല, തേഴ്സ്ഡേ ട്യൂസ്ഡേയിൽ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് മനോരമ അങ്ങനെ ചിരിക്കുകയാണേ. നമ്മളിപ്പോൾ വന്നത് ശ്രുതിയുടെ വീട്ടിലേക്കാണ് ആൻറ്റി എന്ന് പറയുമ്പോൾ വിച്ച് ശ്രുതി, വാട്ട്സ് ശ്രുതി എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ മനോരമ. അങ്ങനെ ശ്രുതിയുടെ വീട്ടിൽ ചെന്നിട്ട് ബെല്ലടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മായി വന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ആരാ മനസ്സിലായില്ലല്ലോ? We come from Sairam family. This is Manorama and this is my daughter-in-law Anjali. And you, what is your name? എന്ന് അമ്മായിനോട് ചോദിക്കുമ്പോൾ അമ്മായി പറയുന്നുണ്ട്, നിങ്ങൾക്ക് മലയാളം ഒന്നും അറിയില്ല അമ്മച്ചി. എൻ്റെ മൈ ഗോഡ്, അഞ്ജലി ബേബി നീ പറയുന്നത് കേൾക്കുന്നില്ലേ? ഈ സ്ത്രീക്ക് ഒരു കൾച്ചറും ഇല്ല. എന്നെ വിളിക്കുന്നത് കേട്ടില്ല അമ്മച്ചിന്ന് എന്നൊക്കെ പറയാം കേട്ടോ നമ്മുടെ മനോരമ. ദിസ് ഈസ് റോങ് അഞ്ജലി ബേബി, നമുക്ക് പോയേക്കാം വാ എന്നറിയുമ്പോൾ ആൻറ്റി ഒന്നും മിണ്ടാതിരുന്നേ. നമസ്കാരം ആൻറ്റി, ഞങ്ങൾ ശ്രുതിയെ കാണാൻ വന്നതാന്ന് പറയുമ്പോൾ ശ്രുതി വരികയാണേ. ശ്രുതി ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അമ്മായിക്ക്. ഇതാണ് ഞാൻ പറയുന്ന അഞ്ജലി മാഡം, ഇതാ അവരുടെ ആൻറ്റി എന്ന് പറയുമ്പോൾ അതെന്താ എൻ്റെ പേര് പറഞ്ഞു കൊടുക്കാത്തത്? ആളുകൾക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന പേരൊന്നുമല്ല എൻ്റെത് എന്ന് പറയുമ്പോൾ ശ്രുതി പേരൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മനോരമയാണെച്ചാലേ എന്താണെച്ചാലും ആളത്ര ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയും കേട്ടോ അമ്മായി. അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, ഞങ്ങൾ വന്ന കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് പറയാം എന്ന് പറയുമ്പോഴേക്കും അമ്മായി വന്നിട്ട് പറയുന്നുണ്ട്, പരാതി പറയാനാണ് വന്നത് എങ്കിൽ ഇവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന പലഹാരത്തിന് ഇവിടുന്ന് കൊണ്ടുപോകുന്നവരെ ഒരു തകരാറും ഇല്ല എന്ന് ഞാൻ ഉറപ്പ് തരാം. പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഇവൾ ജിലേബി ഉണ്ടാക്കിയത് ആര് പറഞ്ഞിട്ടാന്ന് ചോദിച്ചാൽ അതിന് മാത്രമേ എനിക്ക് ഉത്തരമില്ല എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുന്ന മനോരമ പറയുന്നുണ്ട്, എൻ്റെ മൈ ഗോഡ്, ഈത്ത പലഹാരവും കീറസാരിയും കൊടുത്തു വിട്ടവർ എന്തു ഉളുപ്പില്ലാതെ സംസാരിക്കുന്നത്, പെണ്ണുങ്ങളായ കുറച്ചൊക്കെ ഉളുപ്പ് വേണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ശ്രുതി പറയാണ്, അമ്മായി ഒന്നും മിണ്ടാതിരുന്നേ, അഞ്ജലി മാഡം എന്താണ് പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, ശ്രുതിക്കൊരു പ്രപ്പോസലുമായിട്ടാണ് വന്നത് എന്ന് അഞ്ജലി പറയുമ്പോൾ മനോരമ പറയുന്നു, പ്രപ്പോസലോ? വാട്ട് പ്രപ്പോസൽ? ഇത് കേൾക്കുന്ന ശ്രുതിയും അമ്മായിയും പ്രീതിയൊക്കെ ഇങ്ങനെ എന്താ ഇവർ പറയുന്നത് എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ.